ഹായ് കൂട്ടുകാരെ, നമുക്ക് വിക്രമാദിത്യ കഥകൾ തുടർന്നാലോ? വിക്രമാദിത്യനും ഭട്ടിയും ദുർഗാദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അവർ ആ ദേശത്ത് തന്നെ പുതിയ നഗരം സ്ഥാപിക്കുകയായി. പുതിയ നഗരം സ്ഥാപിക്കാൻ ആവശ്യമായ ധനവും മനഃശക്തിയെല്ലാം ഭദ്രാദേവി അവർക്ക് അനുഗ്രഹിച്ച് നൽകി. അങ്ങനെ ഉജ്ജയിനി എന്ന നഗരം വിക്രമാദിത്യനും ഭട്ടിയും കൂടി സ്ഥാപിച്ചെടുത്തു. വിക്രമാദിത്യൻ കലിംഗദേശം വിട്ട് ഉജ്ജയിനിയിൽ താമസമാക്കി. 7 നിലകളിലുള്ള മാളികകളും മറ്റു രമ്യഹർമ്മ്യങ്ങളും ഉദ്യാനങ്ങളും അദ്ദേഹം ഉജ്ജയിനിയിൽ പണി കഴിപ്പിച്ചു. ചുറ്റുമുള്ള വിശാലമായ സ്ഥലം കൃഷിക്കായി സാധാരണക്കാർക്കായി അദ്ദേഹം വീതിച്ചു നൽകുകയും ചെയ്തു. കൃഷിയും കച്ചവടവുമൊക്കെയായി അവിടം വൻ പുരോഗതി നേടി. ഏറെക്കാലത്തെ അന്വേഷണത്തിന് ശേഷം നമ്മുടെ ഭട്ടി കണ്ടെത്തിയ ആ സ്ഥലമാണ് പിൽക്കാലത്ത് പേരും പെരുമയും മഹത്വവും ഒക്കെ നേടിയ ഉജ്ജയിനി എന്ന നഗരം. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ പ്രധാന മന്ത്രിസ്ഥാനം ഭട്ടിക്ക് തന്നെ ലഭിച്ചു. ഭട്ടിയുടെ കീഴിൽ 1000ഓളം മന്ത്രിമാരുണ്ടായിരുന്നു. അതിശക്തവും സുസംഘടിതവുമായ സൈന്യബലവും കൂടി ആയപ്പോൾ അയൽ രാജ്യങ്ങളിൽ പലതും വിക്രമാദിത്യൻ്റെ ആശ്രയം തേടിയെത്തി. വിക്രമാദിത്യ മഹിമ ഈ 14 ലോകത്തും എത്തിയെന്ന് പറയുന്നതിൽ അതിശയമൊന്നുമില്ല. ഒരിക്കൽ നാരദ മഹർഷി ദേവലോകത്തെത്തിയപ്പോൾ വിക്രമാദിത്യൻ്റെ ഭരണപാടവത്തെപ്പറ്റി ദേവേന്ദ്രന്റെ മുമ്പിൽ പുകഴ്ത്തി സംസാരിച്ചു. അത് കേട്ടപ്പോൾ നമ്മുടെ ദേവേന്ദ്രന് വിക്രമാദിത്യ രാജാവിനെ ഒന്ന് കാണാൻ മോഹം തോന്നി. ഭൂമിയിലെ അതിപ്രബലനായ ആ മഹാരാജാവിനെ സ്വർഗത്തിൽ ക്ഷണിച്ചു വരുത്തി ഒന്ന് ആദരിക്കണം. വെറുതെ ചെന്ന് ക്ഷണിച്ചാൽ അദ്ദേഹം വരില്ലായിരിക്കും. അതിന് നല്ലൊരു മാർഗം തന്നെ കണ്ടെത്തണം. നാരദ മഹർഷി സഹായിക്കാതിരിക്കില്ല. അങ്ങനെ ദേവേന്ദ്രനും നാരദ മഹർഷിയും കൂടി സംസാരിച്ച് ഒരു മാർഗം കണ്ടെത്തി. എന്താണെന്നോ, ദേവലോകത്തെ അപ്സരസുകളായ രംഭയും ഉർവശിയും തമ്മിൽ ഒരു നൃത്ത മത്സരം നടത്തണം. അതിൻ്റെ വിധികർത്താവായി വിക്രമാദിത്യനെ ക്ഷണിക്കുക. 2 സുന്ദരിമാരും തമ്മിൽ ചെറിയൊരു ശീതസമരം പണ്ട് മുതലേ ഉണ്ട്. ഇവരിൽ ആരുടെ നൃത്തമാണ് കൂടുതൽ കേമമെന്ന് വിലയിരുത്താൻ ആരെ കൊണ്ടാണ് കഴിയുക? അത്രത്തോളം മനോഹരമായിട്ടാണ് 2 പേരും നൃത്തം ചെയ്യുന്നത്. ഇത് വിക്രമാദിത്യ മഹാരാജാവിന് നല്ലൊരു പണിയായിരിക്കും, ദേവേന്ദ്രൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭരണപാടവത്തോടൊപ്പം തന്നെ ബുദ്ധി സാമർഥ്യത്തെക്കുറിച്ചും നമുക്കറിയാമല്ലോ. അങ്ങനെ ദേവേന്ദ്രൻ തൻ്റെ സാരഥിയായ മാതലിയെ വിളിച്ച് വിക്രമാദിത്യ മഹാരാജാവിനെ ക്ഷണിച്ച് സ്വർഗത്തിലേക്ക് തേരിൽ കൊണ്ടുവരാൻ നിർദ്ദേശം കൊടുത്തു. ദേവേന്ദ്രൻ്റെ ആ നിർദ്ദേശം നമ്മുടെ മാതലിക്കാണെങ്കിൽ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സൂര്യവേഗത്തിൽ രഥം ചലിപ്പിക്കാൻ കഴിവുള്ള ദേവേന്ദ്രൻ്റെ സാരഥിയായ താൻ വെറുമൊരു രാജാവിനെ, അതും ഒരു മനുഷ്യനെ ആനയിക്കാനായി പോകുന്നത് വളരെ കുറച്ചിലാണ്. പക്ഷേ ദേവേന്ദ്രനോട് തടസ്സം പറയാൻ തനിക്ക് കഴിയില്ല. അനുസരിക്കാതെ നിവർത്തിയില്ല. അങ്ങനെ മനസ്സില്ല മനസ്സോടെ നമ്മുടെ മാതലി ഉജ്ജയിനിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഉജ്ജയിനിയിലെത്തിയ മാതലി തൻ്റെ രഥം കാണാമറയെ തൊളിപ്പിച്ച് കാൽനടയായിട്ടാണ് വിക്രമാദിത്യൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നത്. എന്നാൽ നമ്മുടെ വിക്രമാദിത്യനാകട്ടെ വളരെ ആദരവോടെ മാതലിയെ സ്വീകരിച്ചു. മഹാരാജാവിൻ്റെ ആതിഥ്യ മര്യാദകൾ ഏറ്റുവാങ്ങിയ ശേഷം മാതലി തൻ്റെ വരവിൻ്റെ ഉദ്ദേശം വിക്രമാദിത്യനെ അറിയിച്ചു. ഉർവശി രംഭമാരുടെയൊക്കെ നൃത്തം വിലയിരുത്താൻ തക്ക പ്രാപ്തി തനിക്കുണ്ടോ എന്നായിരുന്നു വിക്രമാദിത്യൻ്റെ ആശങ്ക. എന്നാൽ നമ്മുടെ ഭട്ടിയാകട്ടെ മഹാരാജാവ് ക്ഷണം സ്വീകരിച്ച് ദേവലോകത്ത് പോകണമെന്ന ഒറ്റ വാശിയിലാണ്. അവസാനം ഭട്ടിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ വിക്രമാദിത്യൻ ദേവലോകത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. മാതലി തൻ്റെ രഥത്തിന് സമീപത്തേക്ക് രാജാവിനെ ആനയിച്ചു. എന്നിട്ട് മാതലി തൻ്റെ ഇരിപ്പിടത്തിൽ കയറി ഇരിപ്പായി. വിക്രമാദിത്യനാവട്ടെ അതിശയത്തോടെ ആ രഥത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തൻ്റെ വലതുകാൽ രഥത്തിൻ്റെ പടിയിലേക്ക് വച്ചു. ആ നേരം തന്നെ മാതലി ഒരു പണി അങ്ങ് കൊടുത്തു. 2,30,000 യോജന വേഗത്തിൽ രഥം പെട്ടെന്നങ്ങ് ചലിപ്പിച്ചു. അത് ആകാശത്തേക്ക് ഉയർന്നു പാഞ്ഞു. വിക്രമാദിത്യ രാജാവിൻ്റെ കഥ കഴിഞ്ഞു കാണും എന്ന വിശ്വാസത്തോടെ മാതലി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അതാ വിക്രമാദിത്യൻ രഥത്തിൻ്റെ ഒരു പടിയിൽ തൻ്റെ പെരുവിരൽ ഊന്നി അതേ നിൽപ്പാണ്. വിക്രമാദിത്യൻ രഥവേഗമനുസരിച്ച് സ്വന്തം ശരീരം തുലനം ചെയ്തതിനാൽ താഴെ വീണില്ല.
ഒരു വിരലിൽ ഉയർന്ന് തപസ് ചെയ്യുന്ന സിദ്ധി മഹാതാപസന്മാർക്ക് എന്നതുപോലെ വിക്രമാദിത്യനും ശീലിച്ചെടുത്തിരുന്നു. പെട്ടെന്ന് മാതിലി തേര് നിർത്തി വിക്രമാദിത്യനോട് ക്ഷമയാചിച്ചു. കേവലം ഒരു മനുഷ്യനെന്ന് കരുതി വിക്രമാദിത്യനെ അവഗണിച്ച തൻ്റെ അവിവേകം പൊറുക്കണമെന്ന് മാതിലി കേണപേക്ഷിച്ചു. വിക്രമാദിത്യ മഹാരാജാവ് ഒരു പുഞ്ചിരിയോടെ മാതലിയെ സമാധാനിപ്പിച്ചു. ഏതായാലും പിന്നീട് മാതലി തികഞ്ഞ ഭവ്യതയോടെയാണ് വിക്രമാദിത്യനോട് പെരുമാറിയത്. ഹായ് കൂട്ടുകാരെ, നമ്മുടെ വിക്രമാദിത്യൻ ദേവലോകത്തേക്ക് യാത്രയാവുകയാണ്. അതിനിടയിൽ മാതലി കൊടുത്ത പണിയൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉർവശി രംഭമാരുടെ നൃത്തത്തിന് ജഡ്ജായി വിക്രമാദിത്യൻ. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നാളെ കേൾക്കാട്ടോ. അതുവരെ കാത്തിരിക്കണേ. പിന്നെ കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ.